സ്വന്തം ജീവിതമാണ് എന്ന ഒരു ബോധമില്ലാതെ, മറ്റൊരാളുടെ ആശ്രയമില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ അവൾ ഒറ്റയ്ക്ക് അവിടെ പോയി ഇരിക്കുന്നത് അവളുടെ 5 വയസ്സായ മകനെ അവളുടെ അച്ഛനും അമ്മയും നോക്കുന്നത് കൊണ്ടല്ലേ. ജന്മം കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ നമ്മളുടെ മക്കളെ നോക്കേണ്ട സമയത്ത് നോക്കി, പരിചരിക്കേണ്ട സമയത്ത് അവരെ പരിചരിച്ച് അവർക്ക് വസ്ത്രവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് നമ്മൾ നോക്കണം. തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കരുത്. അതോടെ ഞാൻ പറയും, നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ ആരും തന്നെ ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം നമ്മളുടെ ഒരു കടമയാണ് നമ്മൾ ജന്മം കൊടുത്ത മക്കളെ വളർത്തേണ്ടതും പഠിപ്പിക്കേണ്ടതും നല്ല നിലയിൽ എത്തിക്കേണ്ടതും നമ്മളുടെ കർത്തവ്യമാണ്. അത് നമ്മൾ ചെയ്യുക. പ്രായമാകുമ്പോൾ അച്ഛനെയും അമ്മയെയും നമ്മുടെ മക്കൾ നോക്കണമെന്ന് നമ്മളുടെ മക്കളോട് നമ്മൾ പറയാതെ തന്നെ അവർ നോക്കണം. അവർ നോക്കും എന്ന് വിചാരിച്ച് ഒരുപാട് നമ്മൾ നോക്കണ്ട. അവരെ നോക്കില്ല എന്ന് വിചാരിച്ച് അവർക്കൊന്നും ചെയ്തു കൊടുക്കാതിരിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച അതേപോലെ തന്നെ നമ്മുടെ മക്കളെയും പലരും വിളിക്കാം, നമ്മളെയും വിളിക്കാം. പക്ഷേ രേണുവിന് നല്ല വിഷമമുണ്ടായിട്ടുണ്ട്. നന്നായിട്ട് വിഷമമുണ്ട് എന്നുള്ളത് ആ അകത്തുകൂടെ കിടക്കുന്നത് നടക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കട്ടിലിൽ കയറി കിടക്കുന്നു. അത് തന്നെ പറഞ്ഞുകൊണ്ട് അവൾ വിളിച്ചിരിക്കുന്നത് മോശം പേരൊന്നുമല്ല. അവൾ വിളിച്ചിരിക്കുന്നത് വേട്ടപ്പട്ടി എന്നാണ്. ആ പട്ടി വേട്ടപ്പട്ടി എന്ന് വിളിച്ചു. അപ്പോൾ അവളുടെ കയ്യിലും ഉണ്ട്. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. സെപ്റ്റിക് ടാങ്കിന് പകരം രേണു വിളിച്ചിരിക്കുന്നത് വേട്ടപ്പട്ടി എന്നാണ്. എങ്ങനെയുണ്ട്? കൾച്ചർലെസ് വേർഡ്സ്, അത്രയേ ഉള്ളൂ. അക്ബർ ഖാൻ ഒരു സംഗീതജ്ഞനാണ്, സിംഗറാണ്. ആളെഴുതും, സംഗീതം കൊടുക്കും, പാടും. അദ്ദേഹത്തിന്റെ വിലയും കളഞ്ഞു, രേണുവിന്റെ വിലയും കളഞ്ഞു. ബാക്കി എല്ലാവരും അവിടെ ഇരട്ടപ്പേര് വിളിച്ചിട്ടുണ്ട്. എന്തെല്ലാം പേരുകള്. നമ്മൾ ഈ ബാലരമയൊക്കെ വായിക്കുമ്പോൾ ഓരോരോ കോമിക്സിലൊക്കെ കാണാൻ പേര്. അതൊന്നും സാരമില്ല വിളിക്കുന്നതിന്. നിവിൻ എന്ന് പറഞ്ഞ ആള് ഡാഗിനി അമ്മൂമ്മ എന്ന് പറഞ്ഞിരുന്നു രേണുവിനെ ഇന്നലെ. അപ്പോഴവൻ പറഞ്ഞു, ഡാഗിനി അമ്മ, നീ എൻ്റെ മുഖം പിടിച്ച് ഒരയ്ക്കടാ, നീ തറയിലൊരക്കി. അത് വെച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത് ഇട്ടുപോയി, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തുമായിരുന്നു. അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഡാഗിനി അമ്മൂമ്മ, അതൊന്നും മോശം പേരൊന്നുമില്ല. ഡാഗിനി എന്ന് പറഞ്ഞതോ, ഡാഗിനിയും കുട്ടൂസനും ലുട്ടാപ്പിയും ഒക്കെ ബാലരമ ചിത്രപാഠത്തിലെ ഒരു കഥാപാത്രങ്ങളുടെ പേരാണ്. ഡാഗിനി എന്നുള്ള കഥാപാത്രം പറഞ്ഞതുകൊണ്ടൊന്നും നമ്മുടെ വിഷമിക്കാനൊന്നുമില്ല. അതുപോലെയല്ല സെപ്റ്റിക് ടാങ്ക്. ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഒരുപാട് അഹങ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ് കുട്ടി നിനക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഇത് തുടങ്ങിയതേ ഉള്ളൂ. 3-ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ 3-ാമത്തെ ദിവസം ബിഗ് ബോസിൽ നിന്നും ഇതുപോലെ നല്ലൊരു പേര് നേടിയെടുത്തതിന് ഒരുപാട് എന്താ പറയുന്നത്, ആശംസകൾ എന്ന് പറയാം. 3-ാമത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഡേ തന്നെ ചെറിയ ചീറ്റിലും പൊട്ടലും ഒക്കെ ഉണ്ടായി. ഇന്നലെ ഡാഗിനി എന്നുള്ള പേര് കുഴപ്പമില്ല. പിന്നെ വേതാളം, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഓരോരുത്തരെ വിളിക്കും. അത് വിളിച്ചോണ്ട് അതൊന്നും അല്ല, അതൊക്കെ ആ ഒരു ടാസ്കിന്റെ ഭാഗമായി കാണാം. പക്ഷെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ, സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ അത് ഒത്തിരി അഴുക്കല്ലേ. അതിനെയൊക്കെ, ആ വാക്കിനെ ഒന്ന് നമ്മൾ ഒരു നിമിഷം ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഒരുപാട് എന്താ ചിന്തിക്കാനിരിക്കുന്നത്. ഒരു നിമിഷം ഞാൻ ചിന്തിക്കാൻ പറയുന്നു, ഒരുപാട് ചിന്തിക്കണ്ട. ഒരു നിമിഷത്തേക്കെങ്കിലും ആ വാക്കിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലോട്ട് വന്നാൽ എന്തായിരിക്കും? രേണുവിൻ്റെ PR വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അഭിനയിക്കാൻ പോയി കിട്ടിയിരിക്കുന്ന പണം മുഴുവനും അവൾക്ക് കുഞ്ഞിന് ബാഗും പുടയും ഒന്നും വാങ്ങാൻ അവൾക്ക് കാശില്ലായിരുന്നു. ഈ പണമെല്ലാം എടുത്തിട്ട് അവൾ PR വർക്കിന് ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് അവൾ ബിഗ് ബോസിൽ പോയിരിക്കുന്നത്. കിട്ടിയ കാശെല്ലാം PR വർക്കിന്. മറ്റുള്ളവർക്ക്
കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ അവളുടെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇടണമെങ്കിൽ അവളെന്തിനാ ശമ്പളക്കാരെ വെക്കണോ? കാടിയാണെങ്കിലും മൂടി കുടിക്കാൻ അറിയണം. ആ പെണ്ണിന് അത് അറിയില്ല. അത് തന്നെയാണ് ആ പെണ്ണിന് ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ കൊണ്ട് മറ്റുള്ളവര് അഭിഷേകം നടത്തുന്നതും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റാത്തോണ്ടല്ല, അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കയറി വന്നിട്ട് എന്തായിരിക്കും സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന് അലറി വിളിച്ച്. ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ എവിടെ പോയി? രേണുവിനെ കാണാൻ പോകുന്നില്ലേ നിങ്ങളാരും? രേണുവിനെ പോയി കണ്ടിട്ട് അവളുടെ ഒരു ഇന്റർവ്യൂ എടുത്തിടാൻ മേലെ. ശാരിക, നീ അവിടെ ഉണ്ടല്ലോ, അവളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യൂ കേട്ടോ, എന്നിട്ട് ചാനലിൽ ഇടും. ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ് നിങ്ങളെ അപകീർത്തിപ്പെടുത്തിയല്ലോ ബിഗ് ബോസിൽ നിന്നും. ഇപ്പൊ എന്തായാലും അവതാരകനും അവിടെ ഉണ്ട്, രേണുവും അവിടെ ഉണ്ട്. ഇനി അവിടെ നിന്ന് തന്നെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് ഇടാം. മൊബൈൽ ഫോൺ അവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് വന്ന അതൊക്കെ വലിയൊരു അടിയാണ്. രേണുവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയൊരു അടിയാണ്. അപ്പൊ ഇനിയെങ്കിലും ഓരോന്നും ഇനിയും കേൾക്കാനിരിക്കുന്നു. 97 ദിവസം ഇനിയുണ്ട്. തിരിച്ചു വരുന്നതിന്റെ മുമ്പേ വരെ 18 പേരോ 20 പേരോ ആയിക്കോട്ടെ, പക്ഷേ അത് 1000 പേരിൽ നിന്നും കേൾക്കുന്ന വിളികളായിരിക്കും. ഓരോരുത്തരെയും ഓൺലൈൻ മാധ്യമത്തിന്റെ മുന്നിൽ വന്നിരുന്ന് മറ്റുള്ളവരെ മോശപ്പെടുത്തിക്കൊണ്ട്, മറ്റുള്ളവരെ അവഹേളിച്ചുകൊണ്ട്, ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞതിൻ്റെ പ്രതിഫലമായിട്ട് അവിടെ നിന്നും ഒരു വിളി കിട്ടിയതാണ്. ഇത് ഇനിയും ഓരോ വിളിയും കിട്ടും, കിട്ടാതിരിക്കില്ല ഒരിക്കലും. ഒറ്റപ്പെടും. രേണു ഒരു കണ്ടന്റ് പോലും ഉണ്ടാക്കുന്നില്ല. അവിടെ പോയി ഇരുന്ന് മറ്റുള്ളവരെന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആരെങ്കിലും ഇവളോടൊപ്പം ഇത് പറഞ്ഞപ്പം അവള് സ്വയം സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ 2-3 പേരുണ്ട്, ആദില, നൂറ, റന, ഫാത്തിമ, അങ്ങനെ ഒരു 4-5 പേര്. അവരായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് രേണു ഇരിക്കുന്നത്. രേണു അങ്ങനെ ഇരുന്നാൽ പോരാ. രേണു സ്വന്തമായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അവിടെ നിന്നും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അവിടെ പെർഫോം ചെയ്യുക. ടാസ്കുകൾ തരുന്ന സമയത്ത് ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് പോയിന്റ് കിട്ടി വിൻ ചെയ്ത് വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ വിധവയാണ്, പിന്നെ ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് ആയിട്ട് കിട്ടിയതാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഉണ്ടാവുന്നത് തോന്നുന്നില്ല. ഉണ്ടെന്ന് തോന്നുന്നില്ല. നല്ല രീതിയിൽ പോയാൽ അവർക്ക് തന്നെ നല്ലത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ട്? പലരും ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞു. എനിക്കിത് സെപ്റ്റിക് ടാങ്ക് എന്നിങ്ങനെ പറയാൻ കുറച്ചൊരു വിഷമം. അതുകൊണ്ട് ഞാൻ വേണ്ട വിചാരിച്ചു. ഇപ്പം അതായതായാലും വീഡിയോ ചെയ്തിട്ടേക്കാം. എല്ലാവരും ഇടുന്നുണ്ടല്ലോ വീഡിയോ, പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാണ് ഇത് ഒഴിവാക്കേണ്ട കാര്യം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ചെയ്തൊരു വീഡിയോ. രേണുവിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ.